എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റെഗുലർ അഡ്മിഷൻ 2025-26 എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതല്ലെങ്കിൽ വൺ ടൈം OTP അതല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൊടുത്ത ശേഷം അതായത് ആദ്യത്തെ ബോക്സിൽ അത് നിങ്ങൾക്ക് ഈ രീതിയിലാണ് ബോക്സ് കാണാൻ പറ്റുക. അതായത് ഇവിടെ ആദ്യത്തെ ബോക്സിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ അതല്ലെങ്കിൽ വൺ ടൈം OTP അത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ബോക്സ് ഉണ്ടാവും. അപ്പോൾ ആ രണ്ടാമത്തെ ബോക്സ് ആണെങ്കിൽ അവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ചെക്ക് യുവർ റാങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഒരു ഏത് പോളിടെക്നിക് കോളേജാണ് അതുപോലെ തന്നെ ഏത് കോഴ്സാണ് അതുപോലെ തന്നെ ഏത് കോട്ടയിലാണ് അഡ്മിഷൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാണ്ടാവും. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ അല്ല നിങ്ങൾ ഏത് ആ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൻ്റെതാണോ പരിശോധിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ അതായത് നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേജ് നിലവിൽ ലോഡ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ആ ഒരു പേജിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു പേജ് കുറച്ച് ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം പോളിടെക്നിക് കോളേജ് അതായത് ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യാനൊക്കെ കുറച്ച് അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്ന ഉടനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പേജ് കൃത്യമായിട്ട് വർക്കാകുന്നില്ല. കാരണം ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പോളിടെക്നിക് കോഴ്സാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് കോട്ടയാണ് കോട്ട എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യാനായിട്ട് അത് അവിടെ വരുന്നുണ്ട്. എന്നാൽ ബാക്കി പോളിടെക്നിക് കോളേജും ഡിപ്ലോമ പ്രോഗ്രാംസും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ ആ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് ഏത് കോട്ടയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് ആ ഒരു കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 2025-26 അധ്യയന വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റും ഒന്നാം അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കുന്നതിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചെക്ക് യുവർ റാങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് യുവർ റാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു പേജ് കുറച്ച് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വൈകുന്നേരത്തോടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു പേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഈ ഒരു പേജ് കുറച്ച് ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പാർഷ്യൽ ക്യാൻസലേഷൻ ഓർ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് ലിങ്ക് വിൽ ബി ആക്ടിവേറ്റഡ് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ ഉള്ള സൗകര്യം പിന്നീട് ലഭ്യമാക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ജൂൺ 30-ആം തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. അത് പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ നേടേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷനൊക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്കവിടെ അതായത് രണ്ടാമത്തെ ഓപ്ഷന് താഴെയുള്ള ഏതൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ടെമ്പററി അഡ്മിഷന് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിലാണ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നത് ഇപ്പോൾ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്നവർ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്.
അപ്പോൾ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷനും അല്ലാത്തവർക്ക് ടെമ്പററി അഡ്മിഷനും എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കിട്ടിയിട്ടില്ല, ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല, നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി, എന്നാൽ ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നുള്ളവർക്ക് ഹയർ ഓപ്ഷൻസ് ഇവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹയർ ഓപ്ഷൻസ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതും ഇവിടെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും ആണ്. അതായത് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആ സീറ്റിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണൊരു ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ആ ഒരു സീറ്റിൽ തന്നെ മതി, ആ ഒരു കോഴ്സ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ ഫീസ് അടക്കുകയും ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പുതുതായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എവിടെയും വേണ്ട എന്നാണെങ്കിൽ നിലവിൽ കിട്ടിയ സീറ്റിൽ നിങ്ങൾ ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയും അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത കോളേജ് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. തൊട്ടടുത്തുള്ള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പോവുക. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ആ ഒരു സീറ്റ് നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ, നിങ്ങളുടെ ഈ ഒരു ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ പോവുക. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനാണ് നേടേണ്ടതെന്ന് പറയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിക്കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പോവുക, നിങ്ങളവിടെ ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കും. അതിന് പരിശോധിച്ച് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തതായിട്ട് അവിടെ അതായത് കൺഫേം ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് തരികയും ചെയ്യും. ടെമ്പററി അഡ്മിഷന് ഫീസോ ഡോക്യുമെൻറ്റ്സോ കോളേജിൽ കൊടുക്കേണ്ടതില്ല, അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ, അത് നിങ്ങളിപ്പോൾ ടെമ്പററി അഡ്മിഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഈ ഒരു പോളിടെക്നിക് കോളേജ് ആണെങ്കിൽ ഏകദേശം 5000 രൂപയ്ക്ക് അടുത്താണ് ഫീസൊക്കെ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതെടുക്കുക. അതുപോലെ സെൽഫ് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കോളേജിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കേണ്ടി വരും എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫീസ് എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസും ഡോക്യുമെൻറ്റ്സും അലോട്ട്മെൻറ്റ് മെമ്മോയും നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിക്കൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു കോളേജ് കോഴ്സുകളിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 30-ാം തീയതി വരെയാണ് ഈ ഒരു രീതിയിൽ പെർമനൻറ്റ് അഡ്മിഷനോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ നേടാൻ സാധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.